നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ളൊരു വേദനയുണ്ട്. നമ്മൾ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചവരുടെ അവഗണനയാണത്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് അവർക്ക് നമ്മളെ ഇത്ര വേഗത്തിൽ മറക്കാൻ കഴിയുന്നതെന്ന്? ആരെയും നിർബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നിർത്താൻ കഴിയില്ല. പിടിച്ചു വയ്ക്കുന്ന സ്നേഹത്തിന് ആയുസ്സും ഉണ്ടാവില്ല. നിങ്ങളെ വേണ്ടെന്ന് വെച്ചവർ ഒരിക്കൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് അവരുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിനുള്ള വഴി അറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റുണ്ട്. നമ്മളെ അവഗണിക്കുന്നവരുടെ പിന്നാലെ നടക്കുക. എന്നോട് എന്തേലും സംസാരിക്കാത്തത്, എന്ത് തെറ്റ് ഞാൻ ചെയ്തു എന്നൊക്കെ ചോദിച്ച് അവരെ നമ്മിലേക്ക് അടുപ്പിക്കാൻ യാചിച്ച് പുറകെ പോവും. ഒന്നോർത്തോളൂ, നമ്മൾ എത്രമാത്രം അവരുടെ പുറകെ പോകുന്നുവോ അത്രമാത്രം നമ്മുടെ വില അവരുടെ മുമ്പിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും വിഷമുള്ളതുപോലെ 10 വിടർത്തി നിൽക്കണം. എന്തിനാണെന്നോ? ശത്രുവതിനെ ചവിട്ടി മെതിക്കാതിരിക്കാൻ. നിങ്ങളെ അവഗണിക്കുന്നവർക്ക് മുമ്പിൽ നിങ്ങൾ 10 വിടർത്തേണ്ടതില്ല. പകരം നിങ്ങളുടെ നിശബ്ദത കൊണ്ട് മറുപടി കൊടുക്കണം. എപ്പോൾ വേണമെങ്കിലും വിളിപ്പുറത്തുള്ള ഒരാളായി നിങ്ങൾ മാറരുത്. നിങ്ങൾ തീരുമാനിക്കുക. അവരിൽ നഷ്ടബോധമുണ്ടാക്കാനുള്ള ഒന്നാമത്തെ വഴി പറഞ്ഞു തരാം. ഒരാൾക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാവണമെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യണം. തുടർച്ചയായി മെസ്സേജ് അയച്ചും അവരുടെ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് അടിച്ചും അവരെ പിന്തുടരുകയാണെങ്കിൽ മിസ്സിങ് ചെയ്യില്ല. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. പരാതിക്കോ വഴക്കിനോ നിൽക്കരുത്. നിങ്ങളുടെ സൈലൻസ് ആണ് ഏറ്റവും വലിയ ആയുധം. പെട്ടെന്നുള്ള നിങ്ങളുടെ അപ്രത്യക്ഷമാകൽ അവരുടെ ഈഗോയെ മുറിപ്പെടുത്തും. ഇന്നലെ വരെ പിന്നാലെ നടന്നയാൾക്ക് പെട്ടെന്ന് എന്തു പറ്റിയെന്ന ചിന്ത അവരുടെ ഉറക്കം കെടുത്തും. രണ്ടാമത്തെ വഴി അവരെക്കാൾ ഉയരത്തിൽ വളരുകയെന്നതാണ്. നിങ്ങളെ വേണ്ടാന്ന് വെച്ചവർ പിന്നീട് നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം: അന്നും ഞാൻ ഇട്ടേച്ചു പോയ ആ പഴയ ആളല്ല ഇതെന്ന്. ഈ മാറ്റം ഇവർക്കെങ്ങനെ വന്നുവെന്ന്. നിങ്ങളുടെ കരിയർ ശ്രദ്ധിക്കുക, ആരോഗ്യം മെച്ചപ്പെടുത്തുക. ഇത്രയും വാല്യൂ ഉള്ള ഒരാളെയാണോ ഞാൻ നഷ്ടപ്പെടുത്തിയതെന്ന ചിന്ത അവർക്ക് വരുമ്പോൾ നാം വിജയിക്കുന്നു. നിങ്ങളുടെ സന്തോഷമാണ് അവർക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ. മൂന്നാമതായി ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. അമിതമായ അടുപ്പം ദുഃഖത്തിന് കാരണമാകുന്നു. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നാം ആർക്കും കൈമാറരുത്. വേദനിപ്പിച്ചവർ പെട്ടെന്ന് വന്ന് സോറി പറഞ്ഞാൽ ഉരുകിപ്പോവരുത്. കടലിലെ തിരമാലകൾ പോലെയാണ് വികാരങ്ങൾ. പക്ഷേ നിങ്ങളതിലെ പാറ പോലെ ഉറച്ചു നിൽക്കണം. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊരു മാറ്റവുമില്ല എന്ന ആറ്റിറ്റ്യൂഡ് അവരെ തകർത്ത് കളയും. നിങ്ങളെ ഓപ്ഷൻസായി കണ്ടവർക്ക് മുമ്പിൽ പ്രയോറിറ്റിയായി മാറുക. അതിനായി ആദ്യം സ്വയം സ്നേഹിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോവുക.